കേരളത്തിന്റെ മണ്ണും കേരളത്തിന്റെ കടലും പൊതുമേഖലാ സ്ഥാപനങ്ങളും അദാനിക്ക് വിൽക്കാൻ കരാറുണ്ടാക്കിയിട്ട് ചെറുപ്പക്കാരെ ചൂണ്ടി അവരുടെ തൊഴിലില്ലായ്മയെ ചൂണ്ടി ന്യായീകരിക്കാൻ വന്ന വി.ഡി. സതീശനോട് ഈ നാട്ടിലെ ചെറുപ്പക്കാർ വിദ്യാർത്ഥികൾ നിങ്ങളിരിക്കുന്ന ഭരണസിരാ കേന്ദ്രത്തിന് താഴെ നിന്ന് ചോദിക്കുന്നു, സാർ, ഈ കേരളത്തിൽ നിങ്ങൾ സ്വപ്നം കാണുന്നത് പോലെ വിദ്യാർത്ഥികൾക്ക് ജോലി കിട്ടണമെങ്കിൽ ആദ്യം അവർ മര്യാദയ്ക്ക് ഈ കേരളത്തിൽ പഠിക്കാൻ അവസരം ഉണ്ടാക്കണ്ടേ? അവർ പഠിക്കാതെ എങ്ങനെയാണ് സാർ നിങ്ങൾ സ്വപ്നം കാണുന്ന അദാനിയുടെ കമ്പനിയിൽ അവർക്ക് നിങ്ങൾ ജോലി കൊടുക്കാൻ പോകുന്നത്? അവർ ഈ കേരളത്തിനകത്ത് സാധാരണക്കാരൻ്റെ മക്കൾ, തൊഴിലാളികളുടെ മക്കൾ ചുരുങ്ങിയ ഫീസിൽ പഠിച്ചുകൊണ്ടിരുന്ന IHRDയും കേപ്പും പോലെ ഗവൺമെന്റിന്റെ ഓട്ടോണമസ് സ്ഥാപനങ്ങളിൽ സ്വകാര്യ പ്രൈവറ്റ് എയ്ഡഡ് കോളേജുകളെ, അൺഎയ്ഡഡ് കോളേജുകളെ വെല്ലുന്ന നിലയിൽ ഫീസ് ഉയർത്തിയിട്ട് അവിടെ നിന്ന് അവർ പ്രൈവറ്റ് കോളേജുകൾ, അൺഎയ്ഡഡ് കോളേജുകളിൽ പോയി പഠിക്കണമെന്നാണോ സാർ നിങ്ങൾ ഈ നാട്ടിലെ സാധാരണക്കാരൻ്റെ മക്കളോട് പറയുന്നത്? അപ്പോൾ ഉപദേശവും പറ്റിപ്പും ഒരുമിച്ച് വിദ്യാർത്ഥികളോട്, ചെറുപ്പക്കാരോട് എടുക്കരുത്. ഒരു വശത്ത് ഉപദേശവും ഒരു വശത്ത് സ്വപ്നവും മറുവശത്ത് ആ വിദ്യാർത്ഥികളുടെ സ്വപ്നങ്ങൾ ചവിട്ടി അരയ്ക്കുന്ന സമീപനവുമാണ് നിങ്ങൾ ഈ കേരളത്തിൽ സ്വീകരിക്കുന്നത്. സാധാരണപ്പെട്ടവന്റെ മക്കൾക്ക് പഠിക്കാനുള്ള അവകാശത്തിന് മുകളിലാണ് സാർ നിങ്ങൾ ഇന്ന് ആ കസേര ഇട്ടിരിക്കുന്നത്. ആ കസേര സാധാരണക്കാരനെ നെഞ്ചത്തിട്ട് അധിക നാൾ അവിടെ ഇരിക്കാമെന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ച് പോയേക്കരുത്. 102 ആൾ നിങ്ങളുടെ ആ കസേര താങ്ങാൻ ഒരുപക്ഷെ നിയമസഭയ്ക്കകത്തുണ്ടാവും. പക്ഷേ ഈ നാട്ടിലെ ജനങ്ങളെ നിങ്ങൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. ഈ കേരളത്തിലെ തൊഴിലാളികളെ നിങ്ങൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. ഈ കേരളത്തിലെ സാധാരണക്കാരെ നിങ്ങൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. അവരുടെ ശക്തിയുണ്ടല്ലോ, തെറ്റിനെതിരെ വിരൽ ചൂണ്ടാനുള്ള, ചോദ്യം ചോദിക്കാനുള്ള, അനീതികൾക്കെതിരെ പ്രതികരിക്കാനുള്ള ആ ശക്തിയാണ് കേരളത്തെ ഇന്ന് കാണുന്ന കേരളമാക്കി മാറ്റിയതെങ്കിൽ ആ ശക്തിയുടെ പിന്മുറക്കാരാണ് ഈ കേരളത്തിലെ തൊഴിലാളികളുടെ മക്കളായ SFIക്കാരെന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.